ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയ ക്യാമറമാൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് ഒഴിപ്പിക്കണമെന്ന് അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ളാറ്റ് ഉടമയ്ക്ക് അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബിനിൽ, ഈ ഫ്ളാറ്റ് ആരുടെ ഉടമസ്ഥതയിലാണുള്ളത്? എന്താണ് ഇപ്പോൾ അസോസിയേഷന്റെ ഇടപെടൽ വരുന്നത്? എങ്ങനെ? പ്രതീക്ഷ, മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. അത് ആഡംബര ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിന്റെ ഉടമ തൃശൂർ സ്വദേശിയാണ്. ആ ഫ്ളാറ്റ് സമീർ താഹിറിന് വാടകയ്ക്ക് നൽകിയിരുന്നതാണ്. അടിയന്തരമായി ആ ഫ്ളാറ്റ് അസോസിയേഷന്റെ യോഗം ചേർന്നു. ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവം അത് ഈ ഫ്ളാറ്റ് അസോസിയേഷനും അവിടെ താമസിക്കുന്നവർക്കും ആകെ ഒരു നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അവരുടെ സുരക്ഷയടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റ് ഉടമയ്ക്ക് അടിയന്തരമായി സമീർ താഹിറിനെ ആ ഫ്ളാറ്റിൽ നിന്ന് ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഫ്ളാറ്റ് ഉടമ അസോസിയേഷൻ കത്ത് നൽകിയിരിക്കുന്നത്. തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് ആ ഫ്ളാറ്റ് ഉടമകളുടെ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് നഗരത്തിലെ തന്നെ ഏറ്റവും പോഷായിട്ടുള്ള ഏരിയയിലെ ഒരു ഫ്ളാറ്റിലാണ്. വളരെ പ്രധാനപ്പെട്ട പ്രമുഖരടക്കം താമസിക്കുന്ന ഒരു ഫ്ളാറ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, അതായത് എക്സൈസ് ലഹരി കേസ് ആ ഫ്ളാറ്റിലെത്തി പിടികൂടിയ ഒരു സംഭവം അവർക്ക് ആകെ തന്നെ ഒരു നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു നടപടിയിലേക്ക് പോയത്. നഗരത്തിലെ ഭൂരിഭാഗം ഫ്ളാറ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഇവിടെ ഉടമകളെക്കാൾ കൂടുതൽ വാടകക്കാരാണുള്ളത്. ഇപ്പോൾ ഈ ഫ്ളാറ്റിലെ തന്നെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 260ഓളം യൂണിറ്റുകളുള്ള സ്ഥലമാണ്. പക്ഷേ 200-ൽ താഴെ സ്ഥലത്ത് മാത്രമേ താമസക്കാരുള്ളൂ. ആ താമസക്കാരിൽ തന്നെ നല്ലൊരു പങ്ക് വാടകക്കാരുമാണ്. ഇത് തന്നെയാണ് കൊച്ചി നഗരത്തിലെ പൊതുവായ പ്രശ്നം. പല ഫ്ളാറ്റുകളും വാടകയ്ക്കെടുക്കുന്നവർ ആര്, എന്ത്, ഏത് എന്ന സംബന്ധിച്ച് അസോസിയേഷൻ ഗൗരവത്തോടുകൂടി കത്ത് നൽകിയ സ്ഥിതിക്ക് നടപടി ഉടൻ തന്നെ എടുത്തേക്കാമല്ലേ? തീർച്ചയായും ഈ ഫ്ളാറ്റ് ഉടമയ്ക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ആ ഫ്ളാറ്റിൽ നിന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നു. രാസലഹരിയുടെ സ്ഥിരമായ ഉപയോഗ കേന്ദ്രം എന്ന രീതിയിലേക്ക് എക്സൈസ് പറയുന്നു. അവർ കഴിഞ്ഞ കുറച്ചധികം സമയമായി ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത്. ഏറെ ദിവസങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് ഈ 2 യുവ സംവിധായകരെ അവിടെ നിന്ന് പിടികൂടുന്നത്. അതുകൊണ്ട് അത് ഒരു സ്ഥിരമായ ഒരു ലഹരി ഉപയോഗത്തിനുള്ള ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ഇപ്പോൾ എക്സൈസ് കാണുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ഫ്ളാറ്റ് ഉടമ അസോസിയേഷനെ ഇത്തരത്തിലൊരു കർശനമായ നടപടി സ്വീകരിക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. ശരി, ബില്ലാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.